തക്കുട് വീട്ടിലെ സ്നൈപ്പിന്റെ പിറന്നാൾ അനുബന്ധിച്ച് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചെറിയ ശ്രീരാം തന്നെയാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ടൂ ഫാക്ടർ ഡണ്ണം. ബർത്ത്ഡേ പരിപാടിക്ക് എല്ലാരും വന്നാ? അണ്ണന് വേണ്ടിയല്ലേ എന്നെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. ഗിഫ്റ്റ് ഒക്കെ കിട്ടി കാണുമല്ലോ. രണ്ട് ഗേൾ ഫ്രണ്ട്മാരുടെ തന്നെ കിട്ടി കാണുമല്ലോ കൊറേ. അയ്യോ അണ്ണ ഗേൾ ഫ്രണ്ട് ഒന്നുമില്ല, സിഗ്മയില്ലേ. ഓ ഇല്ല, സിഗ്മയാണ്. ശരിയാ ശരിയാ ശരിയാ. ഇവരും 1v2 അണ്ണ ഇപ്പം. ഞാൻ എല്ലാം കാണുന്നുണ്ട്, ഞാൻ പുറത്ത് കാണുന്നുണ്ട് എല്ലാം. എന്നാ ഞാനും കണ്ടായിരുന്നു, വന്നിട്ട് ഏറ്റവും വിഷമിച്ചൊരു സ്റ്റിക്കർ ഇട്ടു. ഇവിടെ ഇവിടെ അകത്ത് സംസാരിക്കല്ലേ പ്ലീസ്. ഓ അത് ശരി. എന്താ പരിപാടി? പരിപാടി എന്താ? എനിക്കറിഞ്ഞൂടാ. കേക്ക് മുറിക്കണം. ആ വാ വാ വാ. പെണ്ണുങ്ങൾ എവിടെ ഉണ്ടോ മണപ്പിച്ച് മണപ്പിച്ച് നിന്നോണം കേട്ടടാ ലോല. എന്റെ കൂടെ പോയി നിക്കി കൊച്ചിങ്ങനെ മാറിക്കില്ലേ? ഇൻവിറ്റേഷൻ കാർഡ് വെറുതെ ഫ്രീ ആയിട്ടൊന്നും അങ്ങനെയൊന്നുമില്ല, കൂടെ നിക്കണം. ഓക്കെ, താങ്ക് യു താങ്ക് യു താങ്ക് യു. ഹായ് കുട്ടി, ഹായ് ഹായ് ഹായ്. പറടാ. സിറ്റിയിലുള്ള എല്ലാരും ഞാൻ പറഞ്ഞത് മറക്കല്ലേ. ഹലോ ഹലോ. ഒന്നും പൊട്ടിക്കല്ലേ, ഇപ്പൊ കത്തിപ്പോയി നമ്മളെല്ലാരും. 50 പേര് പറഞ്ഞു ഒരു ഫോട്ടോ എടുക്കണേ. എന്ത് പറയാ? അല്ല അണ്ണ എന്തെങ്കിലും 2 വാക്ക് സൈബറിനെ പറ്റി ഇത്ര പേരൊക്കെ നിക്കില്ലടാ. ഏറ്റവും വലിയ നമ്മുടെ തക്കുട് കുടുംബത്തിലെ തക്കുട് വീട്ടിലെ സ്നൈപ്പിന്റെ പിറന്നാൾ അനുബന്ധിച്ച് ഈ പരിപാടിക്ക് വന്ന എല്ലാവർക്കും 1000 നന്ദി അറിയിച്ചു കൊള്ളുന്നു. ആദ്യം തന്നെ അപ്പൊ ഞങ്ങളുടെ ഗ്യാങ്ങിലെ ഞങ്ങൾക്ക് എല്ലാവർക്കും, എല്ലാവരും ഇമ്പോർട്ടന്റ് ആണ്, എന്നാലും നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മെമ്പർ കൂടിയാണ് സ്നൈപ്പ്. അപ്പൊ തിരിഞ്ഞേക്കാം, അവന് ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ട് നമ്മുടെ സൈഡിൽ. വണ്ടി കിട്ടിയപ്പോ തന്നെ പോകുന്നു. എന്താ കത്തിയാണോ വണ്ടി കൊടുത്തത്? പോവാൻ ആളെ പറഞ്ഞ സത്യമല്ലേ? ഓടിക്കാൻ പറ്റില്ല തോന്നുന്നു. പറടാ. ഒരു കുട്ടിക്ക് ഒരു വിഷമം പറയണ്ട. ആർക്കാണ്? വരണം കേട്ടാ. ആ വലിയ ഈഗിൾ, വലിയ ആള് ഈഗിൾ ഗെയിമിംഗ് ആണോ? ഈ കുട്ടി ബ്ലോണ്ട് ഹെയർ. പക്ഷെ അവരോട് സിഗ്മയാന്ന് പറഞ്ഞു നടക്കുന്നു. അത് നീ ഇതുവരെ ചോദിച്ചില്ല എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? ഹലോ, അത് ഭയങ്കര മോശമല്ലേ? റിലേഷൻഷിപ്പിൽ ഇരുന്നിട്ട് അയ്യോ അണ്ണാ, ഇവിടെ വെച്ചൊരു തീരുമാനം എടുക്കണം. നിനക്ക് ഈ കൊച്ചിനെ ഇഷ്ടമാണോ അല്ലയോ? അതിപ്പോ എങ്ങനെയാണോ പറയുക? ആണോ അല്ലയോ? നീ സിഗ്മയാണോ നീ കമ്മിറ്റഡ് ആണോ? അത്രയും മാത്രം പറഞ്ഞാൽ.
ആ പാവണ്ണ കൊച്ചി ഇഷ്ടമാണ്. അവൻ ഗേയാ സാവേജ് വെയിറ്റിംഗ്. എന്നാ വ്യക്തമായിട്ട് ചോദിക്കണ്ട. വ്യക്തമായിട്ട് ചോദിക്കുകയാണ്, നീ ഈ കൊച്ചിനെ നിനക്ക് ഇഷ്ടമാണെങ്കിൽ നീ വേറെ ആരുടെ ഇനി സിഗ്മയാണെന്ന് പറഞ്ഞു നടക്കാൻ പാടില്ല. ഓ അതല്ല രണ്ടാ വേറെ ഏതോ പെണ്ണൊക്കെ ഒന്ന് ചോദിക്കുന്നത് അവർക്ക്. മന്ദാരത്തിന്റെ ഗേൾഫ്രണ്ട്. അപ്പൊ കുട്ടിക്ക് ഇവൻ വേറൊരു റിലേഷൻഷിപ്പിൽ പോണതിൽ പ്രശ്നമില്ല. കുഴപ്പമില്ല. അവരൊരു കുഴപ്പമില്ല. അവര് കുഴപ്പമുണ്ട് സത്യത്തിൽ. അവരവളെ മറക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നു. അത് കാരണം കുഴപ്പമില്ല. അങ്ങനെയൊക്കെയാണ് കുഴപ്പമില്ല. അങ്ങനെയൊക്കെയാണ് എനിക്ക് ഇഷ്ടം കുട്ടി. രണ്ട് പെണ്ണുണ്ട് ഒരു ആണും ഉണ്ട് സാവേജും ഉണ്ട് കൂട്ടത്തിൽ. അതുകൊണ്ട് അതിന് കൂട്ടണ്ടേ? പെണ്ണ് മാത്രം കൂട്ടിയാൽ മതി, ആണും കൂട്ടണ്ടേ? പറഞ്ഞു മന്ദാരത്തിന്റെ ഗേൾഫ്രണ്ട്. അണ്ണ വാസണ്ണനെ ഒന്ന് ഇങ്ങോട്ട് തന്നെ അണ്ണാ. ഇതിനകത്ത് വെളിയിലിറങ്ങണമെങ്കിൽ ഭയങ്കര പാടാ. ഒന്ന് മാറിക്കില്ല. അണ്ണാ സിറ്റിയിൽ ഇപ്പൊ എല്ലാ പെൺപിള്ളേർക്കും ബോയ് ഫ്രണ്ട് ആവുക. ഇപ്പൊ സിറ്റിയിലായി ട്രാക്ക് മാറ്റില്ല. നീ ട്രാക്ക് മാറ്റില്ല. നീ ട്രാക്ക് മാറ്റില്ലേ? നീ എന്നിട്ട് ബ്രേക്കപ്പ് ആകുമ്പോ നീ വീണ്ടും വന്നിട്ട് നീ സിഗ്മ റോൾ കളിക്കും എന്റെ അടുത്ത്. അണ്ണ ഞാൻ പറയണേ ഇതാ ലയറിനെ കണ്ടണ്ണ. സിറ്റിയില് ക്യൂട്ടായിട്ട് ഹോട്ട് ആയിട്ടുള്ള ഒരു കുട്ടി വേറെ ഇല്ല അണ്ണ. സിഗ്മേറ്റ് പരിചയപ്പെടുത്താ. വളയ്ക്കുമ്പോഴേ ഒരു രസമുള്ളൂ. എന്താടാ വിഷമാണ്. അതുകൊണ്ട് അണ്ണന് ഹലോ ബ്രോ, ഞാനൊരു ബാങ്കിന്റെ ഒരു പരിപാടി കഴിയുമ്പോ പറയാട്ടോ. എന്തോ കേട്ടില്ല. എന്താണ് പറഞ്ഞു വന്നിട്ട്? ബ്രോ, ഞാൻ ഗ്യാങ്ങിന്റെ ഒരു പരിപാടിക്കകത്ത, അതുകൊണ്ട് ഇപ്പൊ എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റുന്ന അവസ്ഥയല്ല. അതാ. അങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടുണ്ടോ? അല്ല, ഫോണിൽ കൂടെ പറയാമോ എന്താ കാര്യം? അല്ല, അത് നേരിട്ട് പറയാം. ഓക്കെ, എന്നാ ഞാൻ ഇത് കഴിയുമ്പോ വിളിക്കാം. ഓക്കെ ഓക്കെ. ഇത് ലയറ എന്റെ ഫ്രണ്ടാണ്. ഹലോ, ഹായ് ലയറ. ഹായ്. സുഖല്ലേ? എന്തോ ഒരു ഉന്മേഷം ഇല്ലാത്തതുപോലെ. ഉന്മേഷമുണ്ട്. കേക്ക് കൊടുക്കാത്തതിന്റെ, കേക്ക് മുറിച്ചില്ലല്ലോ അതിന്റെ. ശരി, ഫുഡ് കൊടുക്കാത്തതിന്റെ ആണോ? ഫുഡ് ആരാ കിട്ടി? താല്പര്യ വിഷയല്ല. എന്ത് ചെയ്തു? ഞാനൊന്നും ചെയ്യുന്നില്ല. എന്താടാ ഒന്നും ചെയ്യുന്നില്ലേ? ചെയ്യുന്നില്ല പറഞ്ഞുള്ളൂ. എന്താടാ നീ എന്തൊരു പോപ്പിക്കര ഇതാക്കുന്നത്? ഞാനിപ്പോ എന്തായാലും ചോദിച്ചാ ഇവളുടെ വായിന്ന് കയറി താറ്റി കിട്ടാൻ വേണ്ടി ഇവന്മാരെല്ലാം വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ. ഇപ്പൊ ഞാൻ പോയല്ലേടാ. ഞാന് ഗ്യാങ്ങിന്റെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്ത് മനസ്സിൽ വന്ന് ആലോചിച്ചിങ്ങനെ ഗ്യാങ്ങാണ് മെയിൻ. കുട്ടി ഞങ്ങളുടെ അണ്ടി ഓഫീസിൽ കുറച്ച് വേക്കൻസി അണ്ടി ഓഫീസിന്റെ കാര്യമാണ്. അതിനെ പറ്റിയാണ് അവൻ പറഞ്ഞത്. ഇവിടെ എന്ത് ജോലി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അതോ നോർമലി? ജോലിയൊന്നും ചെയ്യുന്നില്ല. അണ്ണന്റെ പിയുടെ സ്ലോട്ട് ഇപ്പൊ ഫ്രീ അല്ലേ അണ്ണ? ഇല്ല, ഇപ്പൊ നമ്മൾ പി ഒന്നും എടുക്കുന്നില്ലടാ ഇപ്പൊ. പറ്റുള്ളൂ. കുട്ടി എന്തായാലും പരിചയപ്പെട്ട സന്തോഷം. ഇടയ്ക്ക് കാണാം.
അവളുടെ രണ്ട് ചുണ്ട് തമ്മിൽ കൂട്ടിമുട്ടി ഒന്ന് സംസാരിപ്പിക്കാൻ പോലും അവക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കൊച്ചിനെ എന്റെ കൊണ്ട് പരിചയപ്പെട്ടി കൊടുത്താണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ അണ്ണാ, ഒരു പെങ്കൊച്ചി ഒരു ആങ്കൊച്ചി സംസാരിക്കുമ്പോ ഒരു 10 വരുന്നതിന്റെ ആ കൊച്ചി എങ്ങനെ സംസാരിക്കാനാണ്? നീയൊക്കെ എന്തിനാ അല്ലെങ്കിൽ തന്നെ വന്നത് അങ്ങോട്ട്? ഞാൻ മര്യാദയ്ക്ക് സംസാരിക്കില്ലായിരുന്നു. ഞാൻ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ അടുത്ത് സംസാരിക്കാൻ പോയ ഒരു 10-20 എണ്ണം മൊത്തത്തിൽ വന്ന് വളയും. അണ്ണ ഗോകുവിന് അണ്ണന്റെ അടുത്ത് എന്തോ ഉണ്ട്. നമ്മളൊരു സഭയിലിരിക്കുമ്പോ അണ്ണൻ മാത്രം ഒറ്റയ്ക്ക് പോകുന്ന മോശമല്ലേ? അണ്ണന്റെ അടുത്ത് ഒറ്റയ്ക്കിട്ട് പറഞ്ഞാലും ആരും കേൾക്കൂലല്ലോ. ഇത് എല്ലാവരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റത്തില്ല. ചിലപ്പോ എടുത്ത് ഒരു കത്തി എടുത്ത് കഴുത്തറുത്തണ്ട നമ്മളെന്ത് പറയും? സേഫ്റ്റി നമ്മൾ നോക്കണ്ടേ? പെണ്ണിനെ അവര് സെറ്റാക്കിയില്ല. എന്തൊരു സ്നേഹം എല്ലാത്തിനും. പിന്നെ എനിക്ക് പഴയ ഓർമ്മ വന്ന് എന്താടാ കൊച്ചുള്ള സിറ്റിയില് ചിഞ്ചുന്ന് അതെനിക്കറിയാം. ഞാൻ പോയി സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഒന്നോട്ടെ അസൽ സൂസനാണ്. എനിക്ക് തോന്നുന്നത് അണ്ണാന് അത് സൂസൻ തന്നെയാണോ? അത് സൂസനല്ലേ, അത് ചിഞ്ചു. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിനക്കൊരിക്കലും അതിനെ കിട്ടാനുള്ള ഒരു നീ എന്തൊക്കെ പറഞ്ഞ എന്നെ ഡൈവേർട്ട് ചെയ്താലും നീ അഥവാ ഇനി അവളുമായിട്ട് കമ്മിറ്റഡ് ആയാൽ പോലും അവള് നിന്നെ മുജിക്കും. ഒരു അംശം പറഞ്ഞില്ലല്ലോ അണ്ണാ. ഇവന്റെ കുറച്ച് കുളിസിനെ പുറത്ത് അവള് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു എനിക്ക്. ഞാൻ എല്ലാരും കിടന്ന് പറഞ്ഞ ഞാൻ പിന്നെ എന്ത് ചെയ്യാൻ പറയാം? പിന്നെ പറയാം എനിക്ക് ഈഗോയാണ്, എനിക്ക് അണ്ടിയാണെന്ന് പറഞ്ഞോണ്ടിരിക്കും ഓരോരുത്തന്മാര്. ഒരു മിനിറ്റ് ആരാ വിളിക്കുന്നത് തന്നെ? ഹലോ, ടിക്കറ്റിന്റെ ഭാഗമായിട്ട് സിദ്ധിനൊരു പാട്ട് പാടാൻ വേണ്ടി ഒരു അവസരം. ഓ ഉറപ്പായിട്ട് സിദ്ധു ഒരു പാട്ട് പാടിക്കോ. എടാ എല്ലാരും ഇങ്ങോട്ട് ഒരു പാട്ട്, ഒരാൾ ഒരു പാട്ട് പാടുന്നു. ഇങ്ങോട്ട് വാ. എടാ ഇച്ചിരി മാറിക്ക് സിദ്ധു മാത്രം വന്നാ മതി. അപ്പോ ടിവിയിലെ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന സ്നൈപ്പിന് ഞങ്ങളുടെ സിൻഡിക്കേറ്റിന്റെ ആകെ ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു. പാട്ടിലേക്ക് അടങ്ങാം. ഉയരെ കവരും ഉയരെ പോലെ എന്താണ് നീ, എന്താണ് ആ കാതൽ മഴയായി തനുവിൽ ചേരും ആരാണ് ചെറിയ ചിത്രീകരണം. നീ ആരാണ് ഉയരെ ചിറപ്പോൾ പ്രാവിൻ നിഴലോ പ്രാരിൻ മധുവോ കാണാ കനവോ നീ കണ്ണോട് കണ്ണോട് കണ്ണോരമായി കാതോട് കാതോട് കാതോരമായി നെഞ്ചോട് നെഞ്ചോട് നെഞ്ചോരമായി നിറയെ നീ തോരാതെ തോരാതെ തീരാതെയായി മായാതെ മായാതെ മായാതെയായി എന്നാളും എന്നാളും എന്നാളമായി പടരേ. ഓ താരാരേ ദേരേ നാനനാ. ഓ ആ താരാരേ ദേരേ നാനനാ. ഹാപ്പി ബർത്ത്ഡേ സ്നൈപ്പ്. കിടിലം ഒരു ചെറിയ ശ്രീരാം തന്നെയാണ് കേട്ടാ, പറയാതിരിക്കാൻ വയ്യ വിഷയം. താങ്ക് യു വസണ്ണ, താങ്ക് യു. അടിപൊളി ബ്രോ, അടിപൊളി. കീപ് ഇറ്റ് അപ്പ് പാപ്പ. നന്നായിട്ട് പോട്ടെ കാര്യങ്ങളൊക്കെ. താങ്ക് യു സോ മച്ച്. ഓക്കെ. എന്റെ അമ്മോ കിടിലല്ലേ. സ്നൈപ്പേ നീ എന്തോ പറഞ്ഞേ? അണ്ണനെ കാണാൻ വേണ്ടി. ഹലോ, മെഞ്ഞണ്ണന്റെ കൂടെ പഠിച്ചായിരുന്നു പറഞ്ഞു. ഹലോ പോയി ചെവിയേക്കത്തില്ല. ഉറക്കപ്പറ. ഹലോ കേക്കോ? ആ പറയാ. ഞാൻ ഒരു പരിപാടി നടത്താൻ വേണ്ടി മാജിക് ഷോ. സ്നൈപ്പേ വൺസ് അഗൈൻ ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ, നിങ്ങളെന്താ ക്ലിപ്പായെന്ന് പറഞ്ഞേ? പാലക്കാട് അച്ചാസ് എന്നാണ്.
സോ ഞാൻ ലൈഫ് ലോങ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നൊരു മാജിക് ട്രിക്ക് ഉണ്ട്. അത് ഇനി വരുന്ന ഒരു ഇവന്റിൽ ചെയ്യാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. അത് ഈ ഒരു സിറ്റിയിൽ നടത്താൻ പറ്റുന്ന ഏറ്റവും വലിയ മാജിക് ട്രിക്ക് ആയിരിക്കും. അത് ഗിമിക്കൊന്നല്ല, ആർട്ടിഫിഷ്യൽ സംഭവമായിരിക്കില്ല. അത് ഞാൻ പ്രോമിസ് ചെയ്യാം. അപ്പൊ ഇനി വരുന്ന ഒരു ഇവന്റിൽ എനിക്ക് ചെയ്യാൻ താല്പര്യം, അത് പിച്ച് ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു. പുള്ളി എന്റെ അടുത്ത് ഒന്ന് അപ്രോച്ച് ചെയ്തിരുന്നു. അപ്പൊ നമ്മളിനി എന്തെങ്കിലും ഫ്യൂച്ചറിൽ ടിവിയുടെ പരിപാടീസ് ഒക്കെ വരില്ലേ, പുള്ളിക്ക് ഒരു സ്പേസ് കൊടുക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ഹൈനയുടെ ലോഞ്ചിന്റെ ഒന്ന് പുള്ളിക്ക് ഒരു ചാൻസ് കൊടുക്കാം. എനിക്കിപ്പോ ആ ട്രിക്ക് കാണിക്കാൻ പറ്റും, പക്ഷെ ഒരു പ്രാവശ്യം കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ചടപ്പില്ല, വീണ്ടും കാണിക്കും. അപ്പൊ ഹൈനയുടെ ലോഞ്ചിന് നമുക്ക് ചെയ്യാം. ഓക്കെ, അല്ല അതിന് നിങ്ങൾക്ക് ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യണമെങ്കിൽ അല്ലാണ്ട് ഞാൻ ചെയ്യാം. കുഴപ്പമില്ല, നമുക്ക് സെറ്റ് ആക്കാം. ഓക്കെ ഓക്കെ ഞാൻ എന്നാ പോയിട്ട് വരാം. ആള് പറഞ്ഞ മനസ്സിലായില്ലേ? എന്താ എക്സ്പ്ലോയിറ്റ് ആണ്, ഇന്ന് കാണിച്ച നാളെ ഉണ്ടാവില്ല ആള് കാണിക്കാൻ. ഞാൻ ഇവിടെ സ്നൈപ്പിന്റെ പുറത്തിലൂടെ ആ പയ്യനെ അണ്ണനെ കാണാൻ വേണ്ടി ഹലോ, ഞങ്ങൾക്കൊരു ഒരു അനിയൻ ഇവിടെ കറങ്ങിയപ്പോണ്ട്. എന്റെ അനിയനോ? ഉണ്ടാക്കിയ പോലും പറ്റിയിട്ടില്ല. മൂടിയിട്ട് ഒരുത്തം കറങ്ങുന്നുണ്ട്. ഇവിടെ കിടപ്പുണ്ട്, ഇവിടെ ഉണ്ടായിരുന്നു, കൂടുതൽ ഉണ്ടായിരുന്നു, എവിടെ പോയിട്ടില്ല. അതെ ഇവിടെ നിപ്പുണ്ടായിരുന്നേ. നീ അവനെ കാണുവാണെ വിളിക്ക്, ഞാൻ സൈപ്പ് എടുത്തിട്ട് ഒന്ന് പോയിട്ട് വരാം. പച്ച പച്ച ചാടിക്കഴ കൊല്ലേ. ഹലോ നിന്നെ കാണാൻ എന്നെ പോലെ ഉണ്ടല്ലോ. എല്ലാരും മാറിക്കടാ, എല്ലാരും മാറി. അതെല്ലാരും പറയുന്നുണ്ട്. അങ്ങോട്ട് കേറുന്നു സംസാരിക്കേ. എന്റെ പേരാ, പക്ഷെ ശരിക്കുള്ള പേര് അശോകൻ എന്നായിരുന്നു. അത് മാറ്റിയത് ഞാൻ നേപ്പാളില് ഡാഡി ഉപേക്ഷിച്ചു. അങ്ങനെ നേപ്പാളിലെ ഡാഡിയെ ഉപേക്ഷിച്ച? ഡാഡിയുടെ പേര് ഡാഡിയുടെ പേര് ഭഗീരഥൻ പിള്ള. സുഖല്ലേ? അതെ സുഖം. ഈ ഡാഡി എപ്പോഴെങ്കിലും ഡാഡിക്ക് ഒരു അവിഹിതം ഉണ്ടെന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ കേസ് ഇവിടെ പറയുന്നത് ചിലപ്പോ നിങ്ങളെ എടുത്തിട്ട് അടിക്കും, അതുകൊണ്ട് ചെറിയൊരു പേടിയിട്ടായിരിക്കും. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടോ? ഒന്ന് പേഴ്സണലായി സംസാരിക്കും. ഇന്ന് ഞാനത് കേട്ടാ അതല്ല, ഇവിടെ ലേശം അങ്ങോട്ടേക്ക് വന്നിരുന്നാ മതി, ലേശം ഒരു 2 മിനിറ്റ്. ഞങ്ങൾ സന്തോഷമുള്ള ഒരു ദിവസം, ചിലപ്പോ എനിക്ക് കേട്ട വിഷമോ. ഞാൻ ചോട്ടനെ വിളിച്ചിട്ട് നിന്നെ കൊണ്ടുവരാൻ പറഞ്ഞോളാം. പാട്ട് പാടാനുള്ള കഴിവുണ്ടല്ലേ നിനക്ക്? പാതി ജീവൻ കൊണ്ട് ദേഹം പാഴ്ந்து വന്നതോ, மீதி ஜீவன் என்னை பார்த்த போது வந்ததோ, ஏதோ சுகம் உள்ளூருதே, ஏதோ மனம் தள்ளாடுதே, ஏதோ சுகம் உள்ளூருதே, ஏதோ மனம் தள்ளாடுதே, வீரர்கள் தொடவா வீரந்தை விடவா, மார்போடு கண்கள் மூடவா, மலரே மௌனமா மௌனமே പേസുവാ. എനിക്ക് ആക്ച്വലി സുഖമില്ല, അതുകൊണ്ടാണ്. കുഴപ്പമില്ല ബ്രോ, നന്നായി പാടി. കാണാം, ഞാൻ വിളിച്ചു വന്നതിനെ കാണാം. ഓക്കെ 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 ബൈ. രായ ഒന്ന് വന്നേ. ഹലോ ഹലോ, ആരാ? ഇത് വാവക്കുട്ടിയാ, വാവക്കുട്ടി. ഹലോ
ആ വാവക്കുട്ടി ആ വാവക്കുട്ടി പറ. പിന്നില്ലേ ആ. ഞാനേ ആ. കഴിഞ്ഞ ദിവസേ ആ. കഴിഞ്ഞ ദിവസം കുറേ ദിവസമായി ആ കുറേ ദിവസത്തിന് മുമ്പ് ഞാൻ അനാഥാലയത്തിൽ പോയായിരുന്നേ. ആ ഞാൻ പണ്ട് നിന്ന അനാഥാലയത്തില് ആ അവിടെ പോയപ്പോഴേക്കും മാമനെ കണക്കിരിക്കുന്ന കൊച്ചു മാമനെ കണ്ട്. കൊച്ചു അങ്കിളിനെ കണ്ട്. കൊച്ചങ്കിളാ? കൊച്ചു ചേട്ടൻ. ആ ആ മാമനെ കണക്കിരിക്കുന്ന. എന്നെ കണക്കിരിക്കുന്ന? ആ ഇതിപ്പോ സിറ്റി മൊത്തം എന്നെ കണക്കിരിക്കുന്ന ആൾക്കാരാണല്ലോ. ആ സത്യോ. എന്നിട്ട് ഇപ്പൊ ഇൻസ്റ്റയിലുണ്ട് അവൻ. ഇൻസ്റ്റയിൽ എന്താ പേര്? ഇൻസ്റ്റയില് പരന്ത് രാജു എന്നാ പേര്. നോക്കിയേ. പരുന്ത് രാജുവോ? ആ എന്നെ ഫോളോ ചെയ്തപ്പോഴാ ഞാൻ കണ്ടത്. നോക്ക് ഇൻസ്റ്റയിലെടുത്ത് നോക്ക്. ഇവിടെ എന്നിട്ട് സിറ്റിയിൽ ഇൻസ്റ്റ വിളിക്കണേ. ഉണ്ടോ? ആ പിന്നെ ഇൻസ്റ്റ ഉണ്ട്. ഇൻസ്റ്റയല്ല വേറെന്താ പേരാ ചോദിച്ചത്. സ്നൈപ്പ് മാമ. അതെന്ത്? ഇൻസ്റ്റ ഇവിടെ ഇൻസ്റ്റക്ക് എന്തോ പറയുന്നത്? ഇതാണോ ഇൻസ്റ്റപിക് ആണോ? ഇൻസ്റ്റപിക് ആ ഇൻസ്റ്റപിക് ഇൻസ്റ്റപിക് ആണോ? അതിന്റെ അകത്ത് ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഒരു ഫോട്ടോ ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ അവൻ പിടിച്ചിരിക്കുന്ന ഫോണിന്റെ അകത്ത് മാമന്റെ ഫോട്ടോ ഉണ്ട്. ഹലോ അതാരായിരിക്കും അങ്ങനെ ഒരാള്? എനിക്കറിയില്ല. മാമന്റെ കൊച്ചാണോ? കൊച്ചോച്ചേ വേണ്ടാത്തരം പറയല്ലോ കേട്ടാ. പിന്നെ ആള് മാമനെ കണക്കിരിക്കുമ്പോഴേക്കും മാമനൊന്നും ചോദിക്കാൻ പറ്റുമോ മാമ? അതിപ്പോ ദൈവം ഉണ്ടാക്കി വിടുന്ന ഓരോ ആൾക്കാർക്ക് ഓരോ മോച്ചായ ഇടുന്ന ഒരാളെ പോലെ 7 പേരുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇത് മുഖച്ചായ മാത്രാണോ? പിന്നെ ഉടുപ്പ് വരെ ഒരേ കണക്കായിരിക്കുന്ന. മുടി, ഉടുപ്പ് എല്ലാം സ്റ്റൈല് ഒരേ കണക്കാ. പരുന്ത് വാസു. കണ്ട ഞാൻ ഒന്ന് എടുക്കട്ടെ. ശരിക്ക് ഇൻസ്റ്റാഗ്രാമിലും ഇല്ലേ മാമന്? മാമ ഇവിടുത്തെ സെലിബ്രിറ്റി അല്ല. അല്ലല്ല എനിക്ക് ഇൻസ്റ്റാഗ്രാം. അതെന്താ? പരുന്ത് രാജുവാ? കണ്ട ഞാനും കണ്ടപ്പോ ഇതുപോലെ നെട്ടിയത്. അച്ഛാ എവിടെയാ? എഴുതാറിയിട്ടില്ലെന്നാ തോന്നുന്നു. കണ്ട ലൈക്ക് അടിച്ചു. ലൈക്ക് അടിച്ചോ? അവൻ വരുമെന്ന് പറഞ്ഞു കുറച്ച് ദിവസം കഴിയുമ്പോ. എനിക്ക് മെസ്സേജ് അയച്ചു. ഇതൊക്കെ ആര്? പ്രശ്നം നമ്മളെ പരിഹരിക്കും. ഞാൻ നോക്കിക്കോളാം. ഓക്കെ താങ്ക് യു ഫോർ ദ ഇൻഫർമേഷൻ. ഓക്കെ താങ്ക് യു. ബൈ. എന്തൊക്കെയാ എന്റെ തലയിൽ വരുന്നത്? ഹലോ ഒന്നുമില്ല. ഒരു പ്രശ്നമില്ല. എനിക്കൊരു പ്രശ്നമില്ല. അവര് ടീമിന് ഒരു സ്ലോട്ട് സെറ്റാക്കാം. ഇതൊക്കെ ആർക്കറിയാം? പുറത്തുണ്ടായിരുന്നു. ഹലോ നമസ്കാരം ബ്രോ. പറഞ്ഞോ. എന്റെ പേര് സെയിൻ മുസാഫിർ എന്നാണ്. ഞാൻ എക്സില് വർക്ക് ചെയ്തോണ്ടിരുന്ന ആളാ. ഓക്കെ. ഞാന് ഇഞ്ചേർഡ് ആയിട്ട് കിടന്ന ടൈമില് അസണ്ടനാണ് ഹെൽപ്പ് ചെയ്തതെന്ന് കെ സാർ പറഞ്ഞു. അപ്പൊ ഒന്ന് കാണാന്നുള്ളൊരു ഇതിൽ വന്നതാ. ഓക്കെയാണോ? ഏറെക്കുറെ ഇപ്പൊ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ. ഞാൻ മാത്രല്ല, സഹായിച്ച ഒരുപാട് പേര് ഇവിടെ വേറെ ഉണ്ട്. അറിയാം. ഞാൻ അവരോടൊക്കെ കൂടി ഒരു നന്ദി പറയാൻ എങ്ങനെ പറയണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ബട്ട് അയ്യോ, എനിക്ക് ആളെ മനസ്സിലായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ആളെ മനസ്സിലായിരുന്നു. ഞാൻ അല്ലെങ്കിൽ അന്നേരം തന്നെ വരാൻ പറഞ്ഞു. ഞാൻ ഇത്ര ഇരുത്തി പോസ്റ്റ് ആക്കില്ലായിരുന്നു. എനിക്ക് അത് കുഴപ്പമില്ല. രായണ മിസ്റ്റർ എക്സിൽ ഉണ്ടായിരുന്ന നമ്മള് കഴിഞ്ഞ ദിവസം വന്നൊരു ചാരിറ്റി. അല്ല, രായണനായിട്ട് മുന്നേ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. കണ്ണാപ്പിനെ അറിയാം. അതേപോലെ ജപ്പാൻ കില്ലു പുള്ളിനൊക്കെ അറിയായിരുന്നു. പുള്ളിനായിട്ട് പരിചയപ്പെട്ടു. എല്ലാം സെറ്റായി വരുന്നുണ്ടല്ലോ അല്ലേ?
കുഴപ്പമില്ല. ഇപ്പൊ വീട്ടിലുണ്ട്. ഇപ്പൊ ആകെ ഇതൊക്കെ തന്നെയാണ് പരിപാടി. വേറെ എന്റർടൈൻമെന്റ് ഒന്നും ഇല്ല. ജോബിനൊന്നും പോകാൻ പറ്റത്തില്ല. അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അതന്നെ. എല്ലാം ശരിയാവും മനസ്സിലായി. എല്ലാം ഓക്കെ ആവും ബ്രോ. ഉടനെ തന്നെ എല്ലാം ഓക്കെ ആവും. എല്ലാം ബാക്ക് ടു നോർമൽ ആയിട്ട് വരട്ടെ. ട്രീറ്റ്മെന്റ് ഒക്കെ കഴിയുമ്പോഴത്തേനും എല്ലാം സെറ്റ് ആവും. നേരിട്ട് കാണുന്നുണ്ടായിരുന്നു. അതാ ഇങ്ങനെ വന്നേ. ഞാൻ ഒരു ദിവസം അല്ലാതെ ഉറപ്പായിട്ട് നേരിട്ട് ഒന്ന് കാണാം. ഞാൻ കേക്ക് എടുത്താന്ന് പറഞ്ഞായിരുന്നു. ഞാൻ ഫാമിലി കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായി പോയതുകൊണ്ട് വരാൻ പറ്റില്ല. ഞാന് പ്രതീക്ഷിച്ചിരുന്നു. കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും കാണാൻ പറ്റില്ല. ഞാൻ ഉറപ്പായിട്ട് നേരിട്ട് ഒന്ന് കാണും ഒരു ദിവസം. ഉറപ്പായിട്ടും ബ്രോ. അപ്പൊ എല്ലാം നന്നായിട്ട് വരട്ടെ, അടിപൊളിയായിട്ട് വരട്ടെ. നമുക്ക് ഞാൻ അല്ലാതെ ഒരു ദിവസം വന്ന് കണ്ടോളാം. നേരിട്ട് ഞാൻ വന്ന് കണ്ടോളാം. എങ്ങനെ നന്ദി പറയണ്ടേ നിങ്ങൾ എല്ലാവരുടെ അടുത്തും അറിയില്ല. ബട്ട് ഒന്നും വേണ്ട, ഒന്നുമില്ല. നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക് എന്തെങ്കിലുമൊക്കെ പറ്റുമ്പോൾ നമ്മളല്ലേ ഇതാക്കണ്ട, അത്രേ ഉള്ളൂ. ആ ഒരു റെസ്പോൺസിബിലിറ്റിയെ പുറത്ത് ചെയ്താന്ന് വിചാരിച്ചാൽ മതി. നമ്മളൊക്കെ ഒരുമിച്ച് മുമ്പോട്ട് പോകുന്ന ആൾക്കാരല്ലേ. താങ്ക് യു വൺസ് അഗൈൻ ഓൾ ഓഫ് യു. ബ്രോ. ഓക്കെ ബ്രോ. എല്ലാം സെറ്റ് കം ബാക്ക് സ്ട്രോങ്. ഓക്കെ ബ്രോ. ഓക്കെ കാണാം. ഓക്കെ ഞാൻ അങ്ങോട്ട് താങ്ക് യു. എനിക്ക് മാത്രമുള്ളതല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതാട്ടാ. നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതാണ് ഈ താങ്ക് യു. നിങ്ങളിൽ 1 രൂപ പോലും അയച്ചു തന്ന ആൾക്കാരുണ്ട് അതിനകത്ത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു താങ്ക് യു കൂടെ. അപ്പോൾ അന്ന് സഹായിച്ച എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. മീൻസ് എ ലോട്ട് ഗൈസ്. ഒരുപാട് സന്തോഷം.